ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ SSC JEയുടെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ അഡ്മിറ്റ് കാർഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണിത്. നമുക്കറിയാം SSCയുടെ എക്സാംസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ എക്സാം സിറ്റീസ് സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന 3 സിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതനുസരിച്ചായിരിക്കും എക്സാം സിറ്റിയും കാര്യങ്ങളൊക്കെ വരിക. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് CHSLൻ്റെ എക്സാം സിറ്റിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ അവർ പുതിയൊരു രീതി കൊണ്ടുവന്നിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം നടക്കുന്നത് ഇപ്പോൾ ഒരു 10 ദിവസത്തിലാണെങ്കിൽ ആ 10 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിറ്റിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈം നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതേ രീതി തന്നെയാണ് ഇവിടെ SSC JEയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം SSCയുടെ ഭാഗത്തു നിന്ന് വന്നൊരു നോട്ടീസാണ്. ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനായിട്ട് എഴുതാൻ പോകുന്നവർക്ക് ഇപ്പോൾ 10/11/2025 മുതൽ 13/11/2025 വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ലോട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സാം സെൻറ്ററിൽ. പക്ഷേ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇപ്പം സെൻറ്റർ ഓൾറെഡി അതിൻ്റെ അവൈലബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സെൻറ്റർ കിട്ടണം എന്നില്ല. അപ്പം അത് കൃത്യമായി ആ ടൈം പീരീഡിൽ തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നീട് സബ് ഇൻസ്പെക്ടറിൻ ഡൽഹി പോലീസിൻ്റെ വന്നിട്ടുണ്ട്. അത് 17/11/2025 മുതൽ 21/11/2025 വരെയാണ്. അപ്പം ഈ ഡേറ്റുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം സ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം നമുക്ക് സൈറ്റിൽ കയറി ഇരുന്നുകൊണ്ട് നമ്മൾ ഏത് ഡേറ്റ് വേണമെന്ന് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എറേഴ്സും കാര്യങ്ങളൊക്കെ വരാം. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ SSC തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സാം സെൻറ്ററിൽ ആ ഒരു സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് ഫൈനലായിരിക്കും, നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ അത് ഒരുപാട് ദൂരെ ആയിരിക്കും. അത് ഡിപ്പെൻസ്, അത് നമ്മുടെ അവൈലബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകാൻ അടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് നോക്കിയോ നിങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു സെൻറ്ററും ടൈം സ്ലോട്ടും ഒക്കെ നിങ്ങളായിട്ട് ചൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഡേറ്റ്സ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ജൂനിയർ എഞ്ചിനീയറിൻ്റെ വരുന്നത് 10/11/2025 മുതൽ 13/11/2025 വരെയും സബ് ഇൻസ്പെക്ടറുടെ വരുന്നത് 17/11/2025 മുതൽ 21/11/2025 വരെയാണ്. അപ്പം ഈ ഡേറ്റ്സ് മറക്കാതെ എല്ലാവരും കറക്റ്റായിട്ട് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. SSC JE എക്സാമിനായിട്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ടൈം കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ SSC JEക്കായിട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.